പെട്ടല്ലോ. പെട്ടില്ലേ? കൂടെ ഇങ്ങനെ കേറിപ്പോയാ നമുക്ക്. എടാ വഴി തെറ്റിപ്പോയല്ലോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലുള്ള സ്വാഗതം. ഇപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടിയേ അടുത്തൊരു ക്യാമ്പിങ്. നമ്മുടെ രണ്ടാമത്തെ അല്ലടാ, രണ്ടാമത്തെ ക്യാമ്പിങ് ആണ്. ഇപ്പൊ സമയം ഏകദേശം ഒരു 7 മണി ആവാനായിട്ടോ. കുറച്ചും കൂടി നേരത്തെ ഇറങ്ങണം. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നേക്കുന്ന ടൂറിസ്റ്റ് ബസ്സാണ്. ഓ, ക്രിസ്ത്യാനോ റൊണാൾഡോ ആണല്ലോ വെഹിക്കിലടാ. ഇവിടെ ഒരുപാട് വ്യൂ പോയിന്റ് ഉണ്ട് അല്ലേ? അന്ന് പോയ മലയാണ് ഈ കാണുന്നത്. ആ മലയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയത്. മഞ്ഞപ്പാറ. ഇതിന്റെ ചോട്ടിലല്ലേ? ഇതെങ്ങനെയുണ്ട് ഡാഷ് ക്യാമറ? ഇത് അടിപൊളിയായിട്ടോ. ഇവിടെ ഒരു ലെൻസ് കൂടി ഉണ്ട്. നല്ല സെറ്റപ്പ് ആണ്. 3 ലെൻസാ, ഫ്രണ്ട്, വണ്ടിക്ക് ഉള്ളു, ബാക്ക്. നീ എന്നെ സെറ്റ് ചെയ്താ? ഞാൻ തന്നെ വിളിപ്പിച്ച. നീ ആള് നമ്മളെന്താ അറിയോ, ഇങ്ങനത്തെ എന്റെ ലൈഫ് മുഖം കാണില്ല. ഞങ്ങളെ ഇങ്ങനെ പോകുന്നോണ്ട് നമ്മൾ കുറച്ച് പരിപാടികൾ, ലൊട്ടിലൊടുക്ക് പരിപാടികൾ പഠിച്ചിരിക്കണം. കാരണം നമുക്ക് പോകുന്ന വഴിക്ക് എപ്പോഴും നമുക്ക് ഒരു വർക്ക്ഷോപ്പ് കിട്ടിക്കോളണം നിർബന്ധം. അത് ശരിയാ. അപ്പൊ നമ്മുടേതായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചില്ലെങ്കിൽ അത് പണിയിട്ടു കേട്ടോ. ലോങ് പോകുന്നവരൊക്കെ ഒന്ന് നോക്കുന്നതല്ല, വണ്ടീന്റെ ജസ്റ്റ് ഒന്ന് ഫ്യൂസ് മാറാനോ ഫ്യൂസ് ചെക്ക് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതേപോലെ ഏറ്റവും മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് എന്താ അറിയോ, വണ്ടിക്ക് ജാക്കി വെക്കാൻ മെയിൻ ആയിട്ട് പഠിക്കണം. നമ്മളിപ്പോ സ്റ്റെപ്പിനി മാറ്റി സ്റ്റെപ്പിനി ഊരി ടയർ പിടിപ്പിക്കാനുള്ള ഒരു സെറ്റപ്പ് നമ്മൾ പഠിച്ചിരിക്കും. അതാണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. അല്ലെങ്കിൽ പണി ഉറപ്പാ. കാരണം നമ്മളിപ്പോ ഈ ഇതൊക്കെ റബ്ബറല്ലേ, എവിടെയെങ്കിലും വെച്ച് വല്ല പഞ്ചറോ ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയാൻ പറ്റും. അത് ശരിയാണ്. അറിയാത്ത സ്ഥലത്ത് നമ്മൾ പറ്റിക്കും. അതാണ്. ഇവിടെ ഇരുടായി വന്നല്ലോ. ഇരുട്ടായി അല്ലേ? അവൻ ചിക്കനൊക്കെ വാങ്ങി വരുന്നുണ്ട്. അപ്പൊ ചിക്കൻ കിട്ടിയില്ലേ? ഓ, 1/2 കിലോ ചിക്കൻ വാങ്ങി. നമ്മളെ സംബന്ധിച്ച് ഇത് കൂടുതലാ. ശരിയാ. എന്നാ പോയാലോ നമുക്ക്? എന്നാ പോവാ. ഇപ്പൊ സമയം 7:30 ആവാനായില്ലേ? ലൈറ്റിന്റെ വെളിച്ചം കൂടി വരുവുള്ളൂ. രാത്രി ചെറിയൊരു കോൺക്രീറ്റ് വഴിയാ. കോൺക്രീറ്റ് വഴിയൊക്കെ ഉണ്ടല്ലോ. ഇത് ഈ വഴിയിൽ വീടുണ്ടോ? ഇവിടെ ഒരുപാട്, ഇവിടുന്ന് അങ്ങോട്ട് വീടുകളില്ല. ഇല്ലല്ലേ? ഈ വഴി ഞാൻ ആദ്യമായിട്ടാ വരുന്നത്. ആണോ? ഇവിടത്തെ നല്ല അടിപൊളി കാഴ്ചകൾ ഞങ്ങൾ രാവിലെ കാണിക്കുന്നതായിരിക്കും. ഇനി നമ്മള് നിക്കടാ. എടാ വഴി തെറ്റിപ്പോയല്ലോ. നന്നായി, എനിക്ക് തോന്നിയത്. എവിടെ എത്താ നമ്മള്? വഴി തെറ്റിപ്പോ ബാക്കോട്ട് പോകാണല്ലോ. പോട്ടെ പെട്ടല്ലോ. അപ്പൊ നമ്മള് ഏറെക്കുറെ പെട്ടില്ലേ? ഇതിപ്പോ വഴി കഴിഞ്ഞല്ലോടാ. വഴി കഴിഞ്ഞു. ഇവിടം വരെ വഴിയുള്ളൂ. ഇതായല്ലോ. വന്ന് ഏതോ വീടിന്റെ അവിടേക്ക് എത്തി. ഇവിടെ കോറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതാ മൊത്തം കോറിയാണ്. പക്ഷെ കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഞാൻ രാവിലെ കാണിച്ചു തരാം. അവിടെ ഒരു 2 പേര് മീൻ പിടിക്കുന്നുണ്ടോ? മീൻ പിടിക്കുന്ന കാണാം. എടാ നമുക്ക് മതിയായിരുന്നു അല്ലേ? പൊളിയായല്ലേ? ഇപ്പൊ എന്ത് ചെയ്യാ? എടാ വണ്ടി റിസോർട്ടാണ് ഇത്. നമ്മുടെ വണ്ടി അങ്ങനെ ഇവിടെ ഇട്ടു, ഞങ്ങളും പെട്ടു. ഇനി നമുക്ക് മേലോട്ടൊന്ന് പോയി നോക്കിയാലോ? വാ. ഇനി നമുക്കേ മേലോട്ട് സ്പോട്ട് ഉണ്ടോന്ന് പോയി നോക്കാം. പക്ഷെ നമ്മൾ പണ്ട് ഇതിൽ വന്നതാണ്. പക്ഷെ അവിടെ വെള്ളം കയറിപ്പോയി. ആ വഴിയൊന്നും കാണുന്നില്ല. വണ്ടി പോകാനുള്ള അങ്ങോട്ടൊരു വഴി ഉണ്ടായിരുന്നു. നമുക്ക് അത് നോക്കാം. ഇത് ആകാശത്ത് സ്റ്റാർ അല്ലാട്ടാ, മരത്തിലുള്ള ലൈറ്റാണേ. മരത്തിലെ ലൈറ്റാണ്. നമുക്ക് മേലോട്ട് പോകാല്ലേ? ഇവിടെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. തണുപ്പുണ്ട്. ഞാൻ ജാക്കറ്റ് ഇട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചൂട് പോയി തണുപ്പ് വന്നിട്ടുണ്ട്. തണുപ്പായില്ലേ? ഞാനിനി പെടുക. ഞാൻ ഇന്നും ജാക്കറ്റും ഇല്ല, ഒന്നുമില്ല. കുടുങ്ങി ഞങ്ങൾ വഴി തപ്പി പോവാണ്. ആദ്യം വണ്ടി ഇവിടെ കയറോടാ അല്ലേ? ഇങ്ങോട്ടൊക്കെ നോക്ക്, ചെരിഞ്ഞ പാറയാ. കാണുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ നിങ്ങൾക്ക്. ആണോ? ക്യാമറ ഇതിലെ പോവാടോ വണ്ടി? സീനില്ലല്ലോ. നമുക്ക് ആദ്യം അവിടെ വെച്ച് ചെക്ക് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് വണ്ടി കൊണ്ടുപോവാം അല്ലേ? എടാ സത്യം പറഞ്ഞാലേ അതിലെ വഴി ഉണ്ടായിരുന്നു. എന്താ വെച്ചാല് അത് വെള്ളം വന്നിട്ട് മൂടിപ്പോയി. അവരാ മീൻ പിടിക്കുന്ന സ്ഥലമല്ലേ, അവിടെ അത്യാവശ്യം നല്ലൊരു സ്ഥലമായിരുന്നു. എടാ ഇവിടുന്ന് ഇതിലെ കയറുതാ, സൈഡിൽ കൂടെ ഇതിലിങ്ങനെ
ഈ കല്ല് നിനക്കൊന്ന് മാറ്റിത്തരാൻ പറ്റും? എന്നെ കൊണ്ട് പൊന്തൂല്ലടാ കല്ല്. ഇത് കണ്ടോ, ഇത് കിൻഡലല്ലേ, കിൻഡല്. ഇത് കൊള്ളാലോ. ആടാ ഇത് നൈസ് സ്ഥലല്ലേ. ഫുള്ള് തവളയൊക്കെ കരയുന്ന വെച്ചേക്കാല്. ആടാ ഇതിപ്പോ ഫുള്ള് ഓഫ് റോഡ് ആണല്ലോ. ഓഫ് റോഡ് ഇല്ല പറഞ്ഞിട്ട് ഇത് നീയല്ലേ പറഞ്ഞു ഓഫ് റോഡ് ഇല്ലാതെ? എനിക്ക് അറിയാൻ പോലും ഇല്ലാത്ത സ്ഥല. എടുത്തോ തീർന്ന് പോയി കോറി പോയി ചാടുക നമ്മൾ കണ്ടു. എനിക്ക് ഡൗട്ട് ഇല്ലാതില്ല, എനിക്ക് ഡൗട്ട് ഇല്ലാതില്ല. എന്തൊക്കെയോ വരയുന്നു ദൈവമേ. എന്റെ വണ്ടി ഇല്ലടാ, അത് മറ്റേ പച്ചപ്പുല്ലാടാ. പച്ചപ്പുല്ല. അപ്പൊ ഇവിടെയാണ് നമ്മുടെ സ്ഥലം. നമുക്ക് ഇവിടെ നിർത്താം. ഇവിടെ നിർത്താം. കാരണം അങ്ങോട്ട് ഇനി റോഡില്ല. അങ്ങോട്ട് റോഡില്ല, വഴി കഴിഞ്ഞു അല്ലേ? സുഹൃത്തുക്കളെ കഴിഞ്ഞു, പെട്ടു. വണ്ടി നാളെ എങ്ങനെ തിരിക്കും? ഇവിടുന്ന് റിവേഴ്സ് ഇറക്കേണ്ടി വരും മോനെ മാക്സിമം. എന്റെ ഡ്രൈവിംഗ് സ്കില്ല് നീ കാണാൻ പോവാ. ഞാനും നീ കാണിക്കണ സ്കില്ല് കേട്ടോ. അല്ല, ദൈവത്തിന് അറിയാം. നമുക്ക് ഇറങ്ങിയാലോ? ഇവിടെ അല്ലെ കുത്തി തിരിക്കേണ്ടി വരും. ഇവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് എന്തേലും കുത്തി തിരിക്കേണ്ടി വരും എനിക്ക് തോന്നണ കേട്ടോടാ. എനിക്കതാ തോന്നുന്നത്. നമുക്ക് ഇറങ്ങിയാലോ? എന്നാ ഇറങ്ങാം. കമോൺ. അപ്പൊ അവനതാണ്ട് ഇവിടെ ചിക്കൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. വലിയ ചിക്കൻ ക്ലീനറാട്ടോ. പെട്ടെന്ന് ക്ലീൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. പെട്ടെന്ന് ക്ലീൻ ചെയ്തു. കഴിഞ്ഞു പരിപാടി. കഴിഞ്ഞോ? ഓ ഇതല്ലേ ഇതാട്ടോ ആശാൻ ചിക്കനും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അല്ല, നീ ഇന്ന് ടെന്റ് ഒന്നും അടിക്കുന്നില്ലേ? ആ ടെന്റ് അടിക്കണം. നീ ടെന്റ് അടിക്കും. നമുക്ക് ടെന്റ് അടിക്കാം. ടെന്റ് നമുക്ക് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്താലോടാ അല്ലേ? അതാകുമ്പോ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കുക്ക് ചെയ്യാം. അതിന്റെ ഉള്ളിലോട്ട് കുക്ക് ചെയ്യണോ അതോ വണ്ടിയിൽ നിന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. എടാ നിനക്ക് തണുപ്പ്, പക്ഷെ എനിക്ക് ചൂട്. പക്ഷെ ഈ കോക്കാച്ചികൾ കരയുന്ന സൗണ്ട് പോയിക്ക്. ആടാ ഇതെന്താ? അത് പ്രാണി. ഇതെന്താ പ്രാണി? നീ ഇങ്ങനെ പ്രാണികൾ. എനിക്ക് ഉപ്പിട്ടാ ഞാൻ ഉപ്പൊന്ന് കഴുകാം. എന്നാ ഞാൻ അവന് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കട്ടെ. എന്തി ഉപ്പ്? കുറച്ച് ഉപ്പിട്. ഉപ്പാ? സ്പൂണില്ലല്ലോ. കയ്യിലേക്ക് കൊടയേ? ഇല്ല, വേണ്ട വേണ്ട. ഞാനാണ് ഇന്ന് സ്പൂണൊന്നും എടുത്തിട്ടില്ല. ആകെ ഒരു ചട്ടകം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്കറിയാം നീ ഇന്ന് എടുക്കൂല. വെറും കൈ വീശി വരികയാണ്. ഇത്ര മതിയോടാ? അതൊന്നും പോരാ, കുറച്ചും കൂടി എടുക്കും. ഇത്ര മതിയോ? കുറച്ചും കൂടി എടുക്കുക. കോഴി കഴുകാനാണ്. മതി. ഒരു സ്പൂൺ ഉപ്പേ ഇവന് കോഴി കഴുകാൻ. നല്ല വൃത്തിയിൽ നമ്മൾ കഴുകിയില്ലെങ്കിലേ ശരിയാവില്ല. ഇച്ചിരി വെള്ളം കൂടി കഴിക്കും. 3 പ്രാവശ്യം കഴുകണം. ആണോ? അവന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇന്ന് ഇവനാട്ടെ ഫുൾ കുക്കിങ്. എനിക്കറിയില്ല കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നീ പറ എങ്ങനെയുണ്ടെന്ന് കേട്ടോ. കോഴി അരിയും കഴുകാൻ നമുക്ക് വെള്ളം ചിലവാകാം. എടാ നാളെ പല്ലിയൊക്കെ ഉണ്ടാവോ? എനിക്കിപ്പോ അതാണ് ഡൗട്ട്. ഇല്ലെങ്കിലാണ് എന്താ അല്ലേ നിന്റെ കാര്യം പറഞ്ഞാല്. ഞാനേ ഇപ്പുറത്തേക്കൊന്ന് കളയാം. ചിക്കൻ കഴുകി നല്ല വൃത്തിയായില്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഇവിടെ മൂടി വെക്കാം. ഇവനൊന്നും ഇല്ലാണ്ടാണ് കൈ വീശി ഇങ്ങോട്ട് വന്നു. വാടാ ക്യാമ്പ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് കൈ വീശി എന്നെ കൂട്ടിട്ടുണ്ട്. ഇത്രയും വലിയ വണ്ടി കൊണ്ടുവന്ന ഞാൻ കൈ വീശി അല്ലേ? ഒന്നിലും ഞാൻ ഗീറ് മാറ്റുന്നില്ലടാ. എന്താടാ ഗീർ എത്ര പ്രാവശ്യം മാറ്റിട്ട് നമ്മളിവിടെ എത്തിയേ? ഇവിടൊന്നും മഴയില്ലടാ. കൂരാക്കൂരി കിട്ടാലെന്നെ സംഭവം. മറ്റേ സ്ഥലം പോലെയല്ല, ഇവിടെ അങ്ങനെ വെളിച്ചൊന്നുമില്ല. വെളിച്ചമില്ല. വെളിച്ചുണ്ടായിരുന്നല്ലേ? നമ്മളത് മേലെ ആയിട്ടാ, മലേന്റെ മേലെ. ഇങ്ങനെ കുക്കർ ബിരിയാണി ഉണ്ടാക്കണേ. അതായത് 2 സവോള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്ര സാധനങ്ങൾ വെച്ച് നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടണം. ബാക്കി ഞാൻ ചെയ്യുന്നതിന്റെ കൂടെ പറഞ്ഞുതരാം, എങ്കിലേ നിനക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നമുക്ക് മല്ലിച്ചപ്പ്, പുതിയനയില അതും വേണം. അതൊക്കെ നമുക്കിതിപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഇതൊക്കെ ഒന്ന് ഇതാക്കി എടുക്കാം കേട്ടോ. ഇത് ഈ സവോള ആദ്യം. അപ്പൊ ഇവനെനിക്ക് പറഞ്ഞുതരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നീ ഒറ്റയ്ക്ക് പോവാണെങ്കിൽ നിനക്ക് ഇത് ഉണ്ടാക്കാലോ. ഞാൻ അതൊക്കെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇവൻ ഇത് ഉണ്ടാക്കി കൈക്കുള്ളതുകൊണ്ട് ഇവൻ അറിയാത്. ഞങ്ങള് ട്രിപ്പ് പോകുമ്പോ കൂടുതലും ഞങ്ങൾ ഇതാ ഉണ്ടാക്കുക. ഇവ ഫുള്ള് ഇത് തന്നെ എന്റെ വീഡിയോയിൽ കാണാം. ഫുള്ള് നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് എപ്പോഴും നമുക്ക് പ്രോട്ടീനും ഇതൊക്കെ വേണം. അപ്പൊ അതിന് നമുക്ക് ചിക്കൻ നല്ലൊരു ഐഡിയ ആണ്. ചിക്കൻ, പേരയ്ക്ക, അതേപോലെ പച്ചക്കറികൾ വെച്ച് സാമ്പാർ, ഇതെല്ലാം ഉണ്ടാക്കണം. ഞങ്ങളെല്ലാം ഉണ്ടാക്കും. സെറ്റപ്പാണ്. പരിപ്പ് കറി,
ആട് ആട്. അതല്ല എനിക്ക് പറയാനുള്ളത്, വെള്ളം നീ തീർക്കോ? വെള്ളം ഒന്നും കൂടി ഉണ്ടല്ലോ. ഇതിപ്പോ ഒരു 2 കണ്ണസിലാണ് വെള്ളം കൊണ്ടുവന്നത് കേട്ടോ. 10 ലിറ്റർ വെള്ളം ഇപ്പൊ തന്നെ തീർക്കും. നിക്കട്ടെ. ഇനി നമുക്ക് ഇതും കൂടി പച്ചമുളകും തക്കാളിയും ഒന്ന് കഴിയാം. മതിയില്ലേ? നമ്മള് ഓടി ബാബുനൊന്ന് ഓണാക്കിയാലോടാ. നിനക്ക് വേറെ പണിയൊന്നുമില്ല. എടാ ഓടി ബാബു വാവടാ. നമ്മൾ ഇത്രയും വന്നിട്ട് ഓടി ബാബുനോ അല്ലേ, നമ്മുടെ ഓടി ബാബുനോ ചുമ്മാ ഒന്ന് ഓണാക്കാം. ഉച്ചവിടെ ഓടി ബാബു എങ്ങനെയുണ്ട്? നമ്മൾ ഇതില്ലാണ്ട് നമുക്കൊരു കളിയില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഉയിര് വിസിര്. എടാ ഓടി ബാബുന് എത്രയാടാ? ഇത് 500 രൂപ. ഇതിന് 500 രൂപ. ഞാൻ മസനഗുടി വാങ്ങിയ. മസനക്ക് റേറ്റ് കുറവാണ്. അങ്ങനെയല്ല, ഞങ്ങൾ അന്ന് പോയ സമയത്ത് അവിടെ ഞങ്ങൾ രാത്രി ഒന്ന് ക്യാമ്പ് ചെയ്ത് മസനഗുടി ടൗണില്. അവിടുന്ന് മേടിച്ചു. സംഭവം അടിപൊളിയാട്ടോ. രാത്രി കുക്ക് ചെയ്യണമെങ്കിലേ കിടക്കിട്ടോ. ഈ മുളക് ഇച്ചിരി എരിവ് കൂടുതലാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കുഴപ്പമുണ്ടോ? ഉണ്ടമുളകല്ലല്ലോ. നല്ല എരിവ് ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, കടന്നോ നമുക്ക് എരിഞ്ഞിരിക്കാം. എരിവ് കഴിക്കാല്ലേ? ഇടയ്ക്കൊരു എരിവ് കഴിക്കാൻ നല്ലതല്ലടാ. അതെ. പിന്നെ നമുക്ക് ഇത് മൊത്തം ഒന്നും അരിഞ്ഞെടുക്കണം. നമുക്ക് ഓടി ബാബുന് മേലോട്ടാക്കാം. ഇതെങ്ങനെയുണ്ട്? നീ ഒരു പണിയേ, ശരിക്കും പ്ലേറ്റിന്റെ ആവശ്യമില്ല. നമുക്ക് ഇതൊന്ന് കുക്കർ ബിരിയാണിക്കുള്ള സാധനം കിട്ടിയാടാ. എന്തൊക്കെ ഇട്ടു? അതായത് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, സവോള, മല്ലിയില, പുതിനയില, ഇത്രയും സാധനങ്ങൾ ഇട്ട് നമുക്ക് ഇതിന്റെ ശരിക്കും വാട്ടേണ്ട ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ഇതായിക്കോട്ടെ. പച്ചമണം പോയി. ഇപ്പൊ ഒരു പച്ചമണം പോയില്ലേ നോക്കി? പച്ചമണം പോയി. നല്ല സ്മെല്ലടാ. നല്ല മണമായില്ലേ? ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നുന്നു. നമ്മള് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം? ഇതിലേക്ക് കുറച്ച് സാധനം കൂടി ഇടാനുണ്ട്. അതായത് നമുക്കൊരു ലേശം ബിരിയാണി മസാല. ബിരിയാണി മസാല ഇപ്പം ഇടണ്ട. 2 ബേ ലീഫ് ഇടുക. പിന്നെ കറുവാപ്പട്ട ഒരു 2 കഷ്ണം ഇടുക. ഇതൊക്കെ പിറക്കി കളഞ്ഞാൽ മതി കേട്ടോ ചോറിനുമ്പോ. ഓക്കെ, നീ പൊളിയല്ലടാ. ഇതൊക്കെ അങ്ങനെ അവനെല്ലാം കൂടി ഇട്ടുന്ന വഴറ്റുന്നുണ്ട് കേട്ടോ. കുക്കർ ബിരിയാണി പെട്ടെന്നാവും. അതും കൂടി ഇട്ടപ്പോ നമുക്ക് അതിന്റെ വേറൊരു മണം ഇനി വരും. വേറെ മണം. ആവി പറക്കും നോക്ക്. ആവിന്റെ ആ ഒരു സ്മെല്ലില്ലേ എന്റെ മോനെ, രക്ഷയില്ലടാ. നിലത്തേക്ക് വെച്ച് കുക്ക് ചെയ്യണോ? വേണ്ട, കുനിഞ്ഞ് ഒന്ന് ചെയ്യുന്നതിന് നിക്കണോ. മറ്റേത് നമ്മള് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നമ്മള് ചിക്കൻ മസാല ഇടില്ല, ബിരിയാണി മസാല മാത്രമേ ഉപയോഗിക്കുള്ളൂ. ബിരിയാണി മസാലയും കൂടി, വേറൊരു മസാല വേണ്ട, വേറൊന്നും വേണ്ട. പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ കുറച്ച് അൽക്കുലത്തെ സാധനങ്ങൾ ഇടണം. അത് കുറച്ച് ഇട്ട് കൊടുക്കാം നമുക്ക്. എനിക്കിത് അറിയില്ല കേട്ടോ. അവൻ ഉണ്ടാക്കുന്ന കണ്ടുപഠിക്കുകയാണ് ഞാൻ ഇവിടെ ഇരുന്നിട്ട്. ലേശം മഞ്ഞപ്പൊടി, ആവി പറക്കുന്ന. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല, ബിരിയാണി മസാല കേട്ടോ. ബിരിയാണി മസാലയും മഞ്ഞപ്പൊടിയും മാത്രം മതി നമുക്ക്, വേറൊന്നും വേണ്ട. ഇത്ര പോരാ? യെസ്, ഇത്ര മതി. പൊളി. അപ്പോൾ ഇനി നമുക്കേ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ ഏകദേശം പച്ചമണം ഒന്ന് പോയാൽ മതി. മൊത്തം വല്ലാണ്ട് പാടേണ്ട ആവശ്യമില്ല. ചിക്കൻ ഇടാം. പിന്നെ ഇതിലിപ്പോൾ ചിക്കൻ മാത്രമേ ഉണ്ടാവുള്ളൂ. റൈസ് കയറുമോ? റൈസ് കുറവാണോ? ഇനി കുറവ്, ആകെ 2 ഗ്ലാസ് ഞാൻ അളന്നെടുത്ത. അപ്പോൾ അവനത് എല്ലാം മസാലയൊക്കെ റെഡിയാക്കി ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി സെറ്റ് ആക്കുന്നുണ്ട് ആശാൻ. ഇനി എന്താണെന്നറിയോ? ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരേ ഒരു വിസിൽ ഇത് അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിൽ അടുപ്പിക്കാം. ഇത് ഊർന്നു പോകുന്നു അല്ലേ? അത് എന്താ പറയുക, ചെരുവത്തല്ലേ വണ്ടി കിടക്കുന്നത്. അതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് വെന്തോന്ന് നോക്കിയാലോ. യെസ്, ചിക്കൻ റെഡി ആയിട്ടുണ്ട്. മോനെ നല്ല മണം വരുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇതിൽ നമുക്ക് വെള്ളത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, വെള്ളമുണ്ട് പക്ക. ഇനി ഇതിങ്ങനെ ഒന്ന് ആക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ കുറച്ച് ഒഴിക്കാവുള്ളൂ. ഇതിപ്പോ ഒറ്റ വിസിലേ ഊതിയിട്ടുള്ളേ.
ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഈ അരി ഇതിലേക്ക് അങ്ങ് ഇടുക. അപ്പോൾ അവൻ അരി ഇടാൻ പോവാണ്. ഇനി ഒരൊറ്റ വിസിലും കൂടി ആയാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ആ, അതാണ് മെയിൻ പ്രത്യേകത. ഇനി ഒറ്റ വിസിൽ മതി അല്ലേ? ഇനി ഒറ്റ വിസിൽ മതി. അപ്പോൾ അവനങ്ങനെ അരി ഇടുകയാണ്. ഒറ്റ വിസിലും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ സെറ്റ് ആവുന്നതാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചിക്കനും എല്ലാം കൂടി ഒന്ന് ഇളക്കാം. ഇല്ലെങ്കിലേ ഇപ്പൊ തന്നെ നമുക്ക് അരി കുറവാ, ചിക്കനാണ് കൂടുതൽ. ആണോ? അപ്പൊ എന്ത് ചെയ്യും? കുഴപ്പമില്ല. നമ്മുടെ ഗ്ലാസ് ഞാനിത് അളവെടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഗ്ലാസ്സാണ്. ഇതിൽ 1 ഗ്ലാസ് അരിയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. പക്ഷെ നമ്മൾ വെള്ളം ഒരിക്കലും 2 ഗ്ലാസ് ഒഴിക്കരുത്. കാരണം ഇതിൽ ഓൾറെഡി വെള്ളമുണ്ട്. ഒരു 1.25 ഗ്ലാസ് ഒഴിച്ചാൽ മതി. വെള്ളം അതിലുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, ഒരു പൊടിക്ക് നെയ്യ്. അവസാനമായിട്ട് നെയ്യ് കർമ്മം കൂടി അവൻ ഒഴിക്കാൻ പോവാണ്. ഫുള്ള് ഒഴിച്ചാൽ നെയ്യ് മാത്രം ആയിക്കോളും. നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം. മസാല ഞാനിന്ന് വളരെ കുറച്ചാട്ടോ ഇട്ടിട്ടുള്ളൂ. അതുപോലെ അത് മതി. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കുക. ഉപ്പുണ്ടോ നോക്കണം. എങ്ങനെയുണ്ട്? ഒരു പൊടിക്ക് ഉപ്പും കൂടി ആവാം. ബാക്കി ടേസ്റ്റ് അല്ല ഓക്കെ. ഇത് നമ്മുടെ തമിഴ്നാട് ബിരിയാണി പോലെയൊക്കെ ഇരിക്കും. ഏകദേശം ആ ഒരു സ്റ്റൈലാണോ? ഇത് അവരുടെ ഒരു സ്റ്റൈലാണ് സംഭവം. അവര് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സെറ്റപ്പ് ആക്കിയിട്ട് ചെയ്യും. നല്ല തേങ്ങാപ്പാലിലൊക്കെ അങ്ങ് ഉണ്ടാക്കും ഈ തമിഴ്നാട്ടിലെ ബിരിയാണി. സൂപ്പറാ. പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അവനത് അടച്ചു വെച്ച് വേവിക്കട്ടെ. എന്നാലേ ഞാനപ്പോൾ ഇതിന് ടെൻറ്റ് സെറ്റാക്കട്ടെ. ഒറ്റ വിസിലല്ലേ? ഒരു വിസിൽ ഊതിയിട്ട് നമ്മൾ എന്തിനാ അപ്പം തന്നെ തുറക്കരുത്. ഒരു 3-4 മിനിറ്റ് കുക്കറിൽ തന്നെ ഇരിക്കണം, എങ്കിലേ നമ്മുടെ വേവ് കറക്റ്റ് ആവുള്ളൂ. നമ്മൾ കിടക്കാൻ നേരത്ത് നമ്മളൊന്ന് ബെഡ്ഷീറ്റ് എടുത്തോ? ബെഡ്ഷീറ്റ് എടുത്തില്ല. നന്നായി. ഇന്ന് നമുക്ക് അങ്ങനെ കിടക്കാടാ. എന്താ ചൂടല്ലേ? വേണ്ട, ചൂടല്ലേ. എടാ പിന്നെ ഞാനേ നിന്റെ വീട്ടിൽ നിന്നേ നിന്റെ കയ്യിൽ ഞാനൊരു സംഭവം പച്ച കുത്തിയത് കണ്ടല്ലോ. എന്താ? ആരോടും പറയണ്ട, ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ അത്? ആൻസി എന്നൊക്കെ പച്ച കുത്തിയിട്ടുണ്ടോ? ഭയങ്കര ഇത്. ടാറ്റു അടിച്ചതാ? 6 വർഷമായി അടിച്ചത്. എനിക്ക് ഭയങ്കര സ്നേഹമാണല്ലേ? 8 വർഷമായി. കല്യാണത്തിന് മുമ്പ് അടിച്ച. കോളേജ് പഠിക്കുമ്പോൾ അടിച്ചാണോ? നീ ആള് ഭയങ്കര. ഞാൻ ഇപ്പോഴാട്ടത് കണ്ടത്. ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെ എവിടുന്നോട്ടാ തുടക്കം? ഞങ്ങൾ കോളേജിൽ നിന്ന്. എത്ര കൊല്ലം പ്രണയിച്ചു? ജൂനിയർ ആയിരുന്നു. ഞങ്ങളൊരു 4 കൊല്ലം പ്രേമിച്ചെന്ന് എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നീ ഇതൊന്നും ആൻസിനെ കാണിക്കല്ലേ? അവളേതായാലും കാണുമല്ലോ. അല്ല നീ അപ്പൊ എപ്പോ ടാറ്റു അടിച്ചു? അവളോട് പറഞ്ഞിട്ടാണ് അടിച്ചത്? അവളിങ്ങനെ കാണിച്ചു കൊടുത്തോ? എന്തായിരുന്നു അവളുടെ എക്സ്പ്രഷൻ? എന്ത് എന്നെ തല്ലിക്കൊന്നില്ലാന്നേ ഉള്ളൂ. ഇതൊക്കെ എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചു. അല്ല പിന്നെ പേടിക്കാനില്ല, കൂടെ ഉണ്ടല്ലോ ഒരു കൊച്ചുമായി. ഒരു കുഞ്ഞാവുണ്ട് കേട്ടോ. കുഞ്ഞാറ്റാന്നാണ് പേര്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ നമ്മുടെ ബിരിയാണി ഇവിടെ ഇപ്പൊ റെഡിയാവും കേട്ടോ. ഇപ്പൊ അടുത്ത വിസിൽ വന്നു. നമുക്ക് സർലാസ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ? തൈരുണ്ട്. നമുക്ക് തൈരും കൂട്ടി പിടിക്കാം അല്ലേ? കുഴച്ചടിക്കാം. ഇവിടെ തക്കാളി ഉണ്ടെങ്കിൽ നമുക്കേ കുറച്ച് ഉള്ളി ഇതാക്കിട്ട് വെറുതെ ഒന്ന്. ഇല്ല അല്ലേ? പക്ഷെ നമ്മള് വാങ്ങാൻ വിട്ടുപോയില്ലേ. ഒരു കഷ്ണം ഉള്ളിയേ ഉള്ളൂ. കുഴപ്പമില്ല. അപ്പൊ തൈര് ഒഴിച്ചാലും മതി. നല്ല. അപ്പൊ അങ്ങനെ നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അന്നേരം ജിൻസ് ഇതാ ഇവിടെ ടെന്റ് അടിച്ചോണ്ടിരിക്കുക. അല്ല അടിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല നമുക്കൊരു സേഫ്റ്റി. ഇനിയിപ്പോ കൊടുങ്കാറ്റ് വീശിയാലോ? നമ്മള് വണ്ടിക്കകത്തല്ലേ കിടക്കുന്നേ. ആണ് നമുക്ക് തിന്നുമെങ്ങാനും കേറുന്നില്ല എന്തായാലും. ആ വലിയ കല്ല് വെച്ച് ഇത് കല്ലൊക്കെ കിടക്കുന്നത്, അത് വെച്ച് അടിക്കും. അത്രേ ഉള്ളൂ. ടെന്റ് ഇല്ലാണ്ട് ഇത് ബൈബിലേ. ഇതിങ്ങനെ പൊന്തോടക്കി എന്നാ കല്ലങ്ങ് വെച്ചാ മതി. ഓ സെറ്റ്. നമുക്ക് ഇപ്പുറത്ത് വരെ കല്ല് വെച്ചിട്ട് ബേക്കിൽ കയറുമെന്ന് നോക്കത്തില്ലായിരുന്നു. ബേക്കിൽ കയറി നോക്കട്ടെ. ഇത് ശരിക്കും പഴയ വഴി എന്തോ ആയിരുന്നു അല്ലേ? ഇത് കണ്ടില്ലേ ഇങ്ങനെ കിടക്കുന്ന ഒരു വഴി എന്തോ സെറ്റപ്പ് ആയിരുന്നു കേട്ടോ ഇവിടെ. എന്തായാലും നമുക്കെന്തായാലും നന്നായി. ഈ കല്ലൊക്കെ മാറ്റിയിടണം, നാളെ വണ്ടി എടുത്ത് പോണ്ടേ കേട്ടോ. അവനെ കയറോ? കല്ലാടാ അത്. പഴയ സോളിങ് എന്തെങ്കിലും ഉണ്ടാവും അടിയിൽ. ഈ കല്ലൊക്കെ നമുക്ക് ചെറിയ കല്ലോ. ലാസ്റ്റ് ഊരിയെടുക്കാൻ പറ്റണേ. സെറ്റല്ലേ? അപ്പൊ നമ്മുടെ ടെന്റും ശരിയായി. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ ഉണ്ട്, തൊട്ട് ബേക്കിലാട്ടോ ടെന്റ്. അപ്പൊ നമുക്ക് ഇനി ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഇവന്റെ ബിരിയാണി ആയിട്ടോ.
ഒന്ന് കഴിച്ചു നോക്കിയേ. കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. എങ്ങനെയുണ്ട്? സെറ്റടാ അല്ലേ? ഇനി നീ ഒരു പണിയേ, ഈ തൈര് മുറിക്കും. എങ്ങനെ മുറിക്കും? കടിച്ചു പൊട്ടിക്കും. തൈര് വയ്ക്കണ്ടേ? എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കുക, ബാക്കി ഇതിനകത്തേക്ക് വെക്കുക. തൈര് ഒഴിച്ചിട്ട് തൈര് ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കഴിച്ചു നോക്കാം. അപ്പോഴാണ് തൈര് ഇങ്ങനെ അവനും തൈര് ഇങ്ങനെ മതി ഇത്ര മതി. ഓ വേണമെങ്കിൽ എടുക്കാമല്ലോ. ഇതിൻ്റെ അറിയില്ല, അങ്ങനെ എടുക്കാം. തൈരും കൂട്ടി പിടിപ്പിച്ചോട്ടെ. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് വരിക. ശരിക്കും ഇതൊരു ഫീലാലോടാ ഇങ്ങനെ നൈറ്റ് ഇങ്ങനെ. നല്ല തൈരായിരിക്കണം കേട്ടോ, നല്ല തൈരല്ലെങ്കിൽ കൊള്ളില്ല. നൈറ്റ് ഇങ്ങനെ ടെൻ്റൊക്കെ അടിച്ച് ഒരു കുക്കർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അടിപൊളി. ഒരു മഴയും കൂടി വേണം അല്ലേ? മഴന് പൊളിച്ചൂലേ? തൈര് വെച്ചപ്പോൾ എങ്ങനെയുണ്ട്? വേറെ ടേസ്റ്റ് ആയിരുന്നു. സെറ്റാ അല്ലേ? ഇനി നീ ക്യാമ്പിങ്ങിന് ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ഇതേപോലെ ഉണ്ടായിക്കോ. അടിപൊളി. വെള്ളമൊക്കെ കുറച്ച് കൂടുതൽ ചിലവാകുന്നേ ഉള്ളൂ. ഇതിപ്പോൾ കൊണ്ടുവന്ന വെള്ളം മൊത്തം കഴിഞ്ഞു. പക്ഷെ സാധനം പെട്ടെന്നായടാ. നീ ഇതെങ്ങനെ പഠിച്ചാ? ഞങ്ങൾ പഠിച്ചേ. ഞങ്ങൾ പോകുമ്പോൾ പല പരീക്ഷണമാണല്ലോ. പിന്നെ എന്ത് ചെയ്യുന്നറിയാം, നമുക്ക് പോകുമ്പോൾ പ്രോട്ടീനാണ് കൂടുതൽ വേണ്ടത്. പ്രോട്ടീൻ അങ്ങനത്തെ സാധനങ്ങളാണ് നമുക്ക് കൂടുതൽ വേണം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചെറുപയറും ഉണ്ടാവും. എന്നിട്ട് കഞ്ഞി വേവിക്കുമ്പോൾ ചെറുപയറും കൂടി ഒരുമിച്ചിട്ട് വേവിക്കും. എന്നിട്ട് കഞ്ഞിയായിട്ട് കുടിക്കും. അതിന് വേറെ കറിയൊന്നും വേണ്ട, ഇച്ചിരി ഉപ്പും കൂടി വെച്ചാൽ മതി. അത് അടിപൊളി പ്രോട്ടീനാണ്. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അവനതാണ്ട് അവിടെ എല്ലാം ഒതുക്കി പെറുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എന്താ അറിയോ, ഈ പ്ലൈവുഡ് നാശമായി പോടാ. അത് ശരിയാ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുറച്ച് ചേട്ടന്മാർ വന്നു. ആക്രമിക്കാനുള്ള പരിപാടിയായിരുന്നു ഞങ്ങളെ. അവർക്ക് മേലോട്ട് വേണം. നമ്മൾ വഴിയിലല്ലേ ടെൻ്റ് അടിച്ചേക്കുന്നത്. നമ്മൾ ഇവിടെ ഇങ്ങനെ ടെൻ്റ് അടിച്ചത് വഴിയാണ്. പക്ഷേ വേറെ നമ്മൾ ഇവർ പറയുമ്പോഴാണ് ഇത് വഴിയാന്ന് അറിയുന്നത്. ഈക്കോയ്ക്ക് പോകാൻ പറ്റില്ല, ജീപ്പിലാണ് അവന്. ജീപ്പ് മേലോട്ട് കയറിപ്പോവും. അങ്ങനെ ലാസ്റ്റ് ഒരു സീൻ പിടിക്കാൻ വന്നു, എടുത്ത് മാറ്റണം എന്നൊക്കെ. പിന്നെ പറഞ്ഞു വന്നപ്പോൾ നമ്മളെല്ലാവരും അല്ല അയൽവാസി. അല്ല ഞങ്ങൾ ചോദിച്ചു എടുത്ത് മാറ്റണമെങ്കിൽ നമ്മൾ മാറ്റാം. വണ്ടി എവിടെയെങ്കിലും ചെറിയ ഗ്യാപ്പിൽ കയറ്റിയിട്ട് കുത്തി കയറ്റി അവരെ കയറ്റി വിടും. പിന്നെ അവസാനം അവർ പറഞ്ഞു വരുമ്പോൾ നമ്മളെല്ലാവരും ഒരു ഇടവക്കാർ, ഒരേ പള്ളിക്കാർ, ഒരേ നാട്ടുകാർ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കലും പരിപാടികളൊക്കെ തിരിച്ചു പോയി. അവരെല്ലാം എൻജോയ് ആയിട്ട് കുറച്ച് ബിരിയാണി ബാക്കിണ്ടായിരുന്നു, അതും പഠിച്ചു. ഫുള്ള് ചട്ടിയടക്കം പഠിച്ചു വെച്ചിട്ട് അവർ പോയി. നമുക്ക് ബാക്കി തൈരുണ്ട്, തൈര് കുടിക്കാം, വണ്ടി വൃത്തിയാക്കി ഇനി നമ്മൾ കടക്കാം. ഇതിന് ഭയങ്കര ക്ഷീണം. ഇപ്പോൾ തന്നെ സമയം 11:30 ആയിട്ടോ. ഞങ്ങൾ ലേറ്റ് ആയിപ്പോയി. പിന്നെ എങ്ങനെ ക്ഷീണിക്കാതിരിക്കാം? 11:30 ആയപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയി പോകാം. എന്താ പറയുക, ഞങ്ങൾ ലേറ്റായി വന്നപ്പോൾ തന്നെ അതാണ്. അപ്പോൾ നമുക്കെന്നാൽ വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് കാണാം. ഇനിയിപ്പോൾ ടെൻ്റ് ഇവിടെ തന്നെ ഇരിക്കട്ടെ അല്ലേ? തട്ടും. അപ്പം നമുക്ക് അറിയാലോ. നമ്മൾ ഓടിബാബു അവിടെ മിന്നുന്നുണ്ട്. ആഹാ, എടാ നിനക്കെന്താ തണുപ്പാ? നീ നേരത്തെ കയറി മറിഞ്ഞല്ലോ. എന്താ ഉദ്ദേശം? സമയം 12 മണിയായി. പക്ഷെ എവിടെയാണ് നേരത്തെ എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇതെന്താ ഉദ്ദേശം? നീ ഇത് ഞാൻ ചുമ്മാ പറഞ്ഞല്ല. 11 മണി അല്ല 11:42 നോക്ക്. ഓ ശരിയാണല്ലോ. പക്ഷെ അതല്ല എന്താ ഉദ്ദേശം? നേരത്തെ കയറി തണുപ്പാണോ? എന്താ പറ്റിയേ? ഇന്ന് നല്ല തണുപ്പടാ. നല്ല തണുപ്പ്. പക്ഷെ എനിക്ക് തണുക്കുന്നില്ല. എനിക്കെന്തോ പ്രശ്നം. നീ ഒരു ആശുപത്രി പോയി കാണിക്കും കേട്ടോ. പോടാ തെണ്ടി. അതല്ല എടാ തെണ്ടി, അതല്ല ഞാൻ പറയുന്നേ. പിന്നെന്താണ്? നോക്ക്, ബിരിയാണി കഴിച്ചെന്ന് വെള്ളം കുടിച്ച്. പക്ഷെ എനിക്കെന്താ അറിയോ, അന്നത്തെ ആ സ്ഥലത്ത് മഞ്ഞപ്പാറയില്ലേ, മഞ്ഞപ്പാറയിലെ ക്യാമ്പിങ്ങിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാ. ആണോ? കാരണം ഒന്ന് നല്ല തണുപ്പ്. ശരിയല്ലേ? അന്ന് കുറച്ച് മഴ ചൂടായിരുന്നു അല്ലേ? പക്ഷെ ഇന്ന് നല്ല തണുപ്പാണ്. അടിപൊളി. കൊതുക് ഒന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് എനിക്കൊരു സംശയം. ഇല്ലടാ, അങ്ങനെ നമ്മൾ ഓടിവാവ് തിരിച്ചു വെക്കും. ഒന്ന് ഓടിവാവുതാ. പക്ഷെ ഒരു കാര്യം പറയാം, ഫുള്ള് മഞ്ഞ് നോക്കടാ. ഗ്ലാസ്സിലൊക്കെ ഫുള്ള് മഞ്ഞ്. കർട്ടൻ അങ്ങ് അടച്ചിടുവാണെങ്കിൽ അത് നമ്മുടെ മേത്താവും. പിന്നെ ഫ്രണ്ട് ഡോർ അടച്ചേക്കാം. അത് ലോക്കാക്കുക, ഉള്ളിന്ന് ലോക്കാക്കാം. നീ കേറ് കിടക്കാം. അപ്പം ഞാനും കൂടി കയറട്ടെ അല്ലേ? പക്ഷെ ഞാനിനി ഷൂസ് ഊരണം. എന്തൊക്കെ പണിയാ. ഈ ഷൂസിന് നാറ്റങ്ങാനും ഉണ്ടെങ്കിലുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഏതാ വൈബ് നോക്കില്ലേ? അപ്പൊ ഞാനും കൂടി ഇന്ന് കളിയുണ്ട് 12:30. കളി കാണും എന്തെങ്കിലും. ഫ്രാൻസ് ഇംഗ്ലണ്ടും അല്ലേ? ആണോ? ഫ്രാൻസ് ഇംഗ്ലണ്ടും അല്ലേ? കിടക്കാൻ നേരത്തും കോട്ട് പോരൂല.
ആ കോട്ട് ഊരണടാ. നീ സന്തോഷ് പണ്ഡിറ്റിന്റെ ആരായിട്ട് വരും? എന്താടാ അങ്ങനെ പറഞ്ഞ നീ? അല്ല നീ എപ്പോഴും കോട്ടൊക്കെ ഇട്ടിട്ട് തൊപ്പി വിരിച്ച് മുടിയൊക്കെ നോക്കി. എന്താ മോനെ കോട്ട് വിട്ടൊരു കളിയില്ല ഇവര്. ഇതെന്റെ കോട്ടോടാ. ഇതാണ് എന്റെ. നല്ല സുഖാണ്. വലിയ ചൂടൊന്നുമില്ലടോ ഇട്ടിട്ട്. നമ്മുടെ ഓടിബാബു ഓടിബാബു ഇല്ലാണ്ടൊരു കളിയില്ല കേട്ടോ. എങ്ങനെയുണ്ട് നീ ഓടിബാബു? ഇനി പുറത്തേക്കുള്ള വ്യൂ കാണിച്ചിട്ട് ഞങ്ങൾ കടന്നുകൊണ്ടുള്ള ലൈറ്റ് എന്ത് കാണും? ഒന്നും കാണുന്നില്ല. ഓടിബാബു അടക്കം കാണിച്ചിടാ. ഓട്ടെ. ആഹാ വേണ്ട സെറ്റ്. നമുക്ക് തന്നെ കാണാം. ഒന്നും കാണുന്നില്ലടാ. എന്നാ ശരി. നമുക്ക് രാവിലെ കാണിച്ചു കൊടുക്കാം. എന്നാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഡ്രീംസ്. നാളെ കാണാം. ഇപ്പം ഞാൻ പന്തളിയാണ്. ഇവൻ ഉറങ്ങാൻ പോവാണ്. ബായ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ 8 മണിയാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ശരിക്കും സൺറൈസും ഒക്കെ കാണാൻ വേണ്ടി എഴുന്നേറ്റാണ്. പക്ഷെ രാവിലെ നോക്കിയപ്പോൾ ഒന്നുമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങ് കടന്നിട്ട് ഉറങ്ങിപ്പോയി. 8 മണിയായപ്പോ 8 മണി കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ മെല്ലെ അവൻ പല്ലൊക്കെ നേരത്തെ തേച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തു, പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം ഫുള്ള് കൊക്കയാട്ടോ. എടാ ഞാൻ ഇവിടെ നിൽക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നീ ഒന്ന് വാ. ഞങ്ങളുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇന്നലെ രാത്രി നമ്മൾ ശ്രദ്ധിച്ചില്ല കേട്ടോ. ക്യാമറ ഒന്നും വെക്കാൻ ഇതിന്റെ അടുത്തേക്ക് പോകാൻ നന്നായി. അമാരി കുഴിയാ. ആടാ വലിയ കുഴി. അതിനപ്പുറത്തും ആ കാണുന്ന നമ്മുടെ ചീങ്ങേരി മല കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചീങ്ങേരി മലയൊക്കെ തൊട്ടടുത്താ. ഇവിടെ വെള്ളം ചാടുന്ന സൗണ്ട് കാണുന്നില്ല. ചാടുന്ന ഈ സൈഡിലെവിടെ അല്ലേ? ഇതാണിത് ഇവന്റെ ടെന്റ്. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ഈ വഴി വേണം നമ്മൾ ഇന്നലെ വന്ന് കേട്ടോ. പിന്നെ കുറച്ച് ദിവസം മുന്നേ ഒരു പെണ്ണ് ചാടിയ ഒരു വലിയൊരു കോഴിക്കോളം ഉണ്ട് അവിടെ. നമുക്കത് ജസ്റ്റ് ഒന്ന് കാണാൻ പോവാം. പക്ഷെ പെണ്ണ് ചത്തില്ല. രക്ഷപ്പെടുത്തി എല്ലാവരും കൂടി വന്നിട്ട്. കുറെ ഓട്ടോ ഡ്രൈവർമാരും ചേട്ടന്മാരൊക്കെ കൂടി രക്ഷപ്പെടുത്തി. സമ്മതിക്കണല്ലോ അത്രയും മേലെ ചാടണം. ധൈര്യം. ഇന്നലെ ഇവിടെയാണ് നിന്നേ. ഇന്നലെ രാത്രി ആയതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ 2 സ്ഥലത്തും കുഴിയാണ്. ഇവിടെ കണ്ടോ, ഇവിടെ വെള്ളം കാലകാലമായിട്ട് കെട്ടിക്കിടക്കുന്ന. നമുക്ക് ഈ വെള്ളം കൊണ്ട് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. പാത്രമൊന്നും കഴിയാൻ. മേലേക്ക് ഉണ്ടല്ലേ കൊടുകൂറ്റം പാറയാ. മേലെ കയറി നല്ല വ്യൂ ആണ് കേട്ടോ. നമുക്ക് ഏതാ വ്യൂ നോക്ക്. ഇതൊരു പ്രത്യേക തരം താറാവാണിത്. ഈ കോറിക്കുളത്തിലെ ഐറ്റങ്ങളുള്ള. മേലേക്ക് മൊത്തം ഓഫ് റോഡാണ്. പിന്നെ താഴെ ഒരു വലിയൊരു കോറിക്കുളമുണ്ട്. ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ആ വ്യൂ പിന്നെ താഴെ കണ്ടില്ലേ, വലിയ കോറിക്കുളമാണ്. ഇവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു പെങ്കൊച്ചൊന്ന് ചാടിയത് കേട്ടോ. അതാ കാണാൻ പേടിയാവുന്നില്ലടാ. എൻ്റെ മോനെ നോക്കില്ലേ. അതെന്താ ഇങ്ങനെ കെട്ടിക്കിടക്കണം. ഇവിടെ നല്ല ആഴം ഉണ്ടാവും. ഭയങ്കര കട്ടിയായിരിക്കും. എന്താ ഇതില് മീനൊക്കെ ഉണ്ട്. പോയാ പിന്നെ ചാവും ഉറപ്പല്ലേ. ഇത് കണ്ടോ, ഇത് നോക്കിയേ. ആ കാണുന്നത് നമ്മുടെ അമ്പലവയൽ മീനങ്ങാടി റോഡാണ്. ശരിയാടാ അല്ലേ? അതിൽ കുമ്പളേരി ആറാട്ടുപാറയൊക്കെ എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ഒരു രക്ഷയില്ലതാ. അങ്ങോട്ടൊരു അടിപൊളി വ്യൂ. പോയൊക്കെ വാ. കയറൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് കയറാൻ വേണ്ടി. അപ്പോളേ
നമ്മുടെ വീട്ടിൽ പോണ്ടേ? വീട്ടിൽ പോകണം. ഇവിടെ ഇങ്ങനെ ചുമ്മാ ഈ സ്ഥലവും കണ്ട് കാണുന്നിട്ട് കാര്യമില്ല. ഇവിടുന്ന് പോകാനും തോന്നുന്നില്ല അല്ലേ? ഞങ്ങൾ കുറെ നേരം ഒരു രക്ഷയില്ല. കുറെ നേരം ഞങ്ങൾ മേലെ ഇരിക്കുവായിരുന്നു. ആ മേളിൽ വണ്ടി ഇടാൻ പറ്റിയായിരുന്നു ഏറ്റവും നല്ലത്. ഇവിടുന്ന് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ. അതങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അവിടെ. പക്ഷെ ഈക്കോ പോകില്ല. അതിന് വലിയ ടയറുള്ള വണ്ടിയൊക്കെ ഉണ്ട്. എന്നാൽ ഞങ്ങള് ടെന്റൊക്കെ മടക്കി വെച്ച് മെല്ലെ ഇവിടുന്ന് പോവാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാല്ലേ? അതെ, അടുത്ത ക്യാമ്പിങ്ങിൽ കാണാം. അപ്പൊ ടാറ്റ കൊടുക്ക്. ബൈ.